അമ്മച്ചി, അമ്മച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്. അമ്മച്ചിക്ക് അറിയാലോ, എബിന്റെ അടുത്തേക്ക് ഒന്ന് പോവാനായിട്ട് ഞാനും മോളോടും കൂടി കുറെ നാളായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഇപ്പൊ കാനഡയിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയണേ. പിന്നെ എനിക്ക് അമ്മച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാനും പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ ഈ ഓൾഡ് ഏജ് ഹോമാ. അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലല്ലോ അല്ലേ? ഓ, അതൊന്നും സാരമില്ലെന്നേ. ഇവിടെ ആകുമ്പോ അമ്മച്ചി ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, ഇവരെല്ലാവരും കൂട്ടിനുണ്ടല്ലോ. പിന്നെ മക്കൾക്ക് വേണ്ടാത്ത കുറച്ച് അമ്മച്ചിമാരും ഉണ്ട്. അമ്മച്ചി ഇവിടെ സമാധാനമായിട്ട് നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. പിന്നെ ലില്ലിക്കുട്ടി, നിങ്ങൾ കാനഡയിൽ പോയിട്ട് സെറ്റിൽ ആവാൻ തന്നെയാണോ? ഇടയ്ക്കൊക്കെ അമ്മച്ചിനെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കണേ. അതെന്നെ വർത്താനം അമ്മച്ചി പറയുന്നേ. ഞങ്ങൾ അമ്മച്ചിനോട് ഉപേക്ഷിക്കാന്നുള്ള തോന്നലൊന്നും അമ്മച്ചിക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്താ? ഇടയ്ക്കൊക്കെ വന്നേക്കണേ മോളെ. എനിക്കെന്നെ കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ട് കൊതി മാറിയിട്ടില്ല. അമ്മച്ചി വരാത്തതാ. ഈ വയസ്സാം കാലത്ത് അമ്മച്ചി നിങ്ങളുടെ കൂടെ വന്നേനാ നിങ്ങൾക്ക് അതൊരു വലിയ ബാധ്യതയാവും. അമ്മച്ചി ഇവിടെ നിന്നോളാം, നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വാ. പിന്നെ വയസ്സാം കാലത്ത് നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അമ്മച്ചി മരിച്ചു കഴിയുമ്പോ നമ്മുടെ അപ്പച്ചന്റെ കലറെ തന്നെ അമ്മച്ചനെ അടയ്ക്കട്ടെ മക്കളെ. മാഡത്തെ വിശ്വസിച്ചാ ഞാൻ അമ്മച്ചനോട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എന്താവശ്യം വന്നാലും ഞങ്ങൾ അപ്പൊ തന്നെ അറിയിക്കണം കേട്ടോ. എത്ര തിരക്കാണെങ്കിലും ഞങ്ങൾ അമ്മച്ചിയുടെ കാര്യത്തിന് ഓടി എത്തിക്കോളാം. അമ്മച്ചിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, സമാധാനമായിട്ട് പൊക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ, പോട്ടെ. വാവ പോവാണോ? അമ്മച്ചിയുടെ അടുത്തുനിന്ന് വാവ പോവാണോ? പോയിട്ട് വാട്ടോ കുഞ്ഞിപ്പെണ്ണ്, പോയിട്ട് വാട്ടോ. അമ്മച്ചി, ഞങ്ങളിന്ന് ഇറങ്ങാം. സമാധാനമായിട്ട് പോയിട്ട് വാ. അമ്മച്ചിക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റാ, ഐ ലവ് യു. ലില്ലിക്കുട്ടി എന്റെ ഒറ്റ മോളാ. അവക്ക് 2.5 വയസ്സുള്ളപ്പോ അത് ഞാൻ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പല വീട്ടിലും പണിക്കൊക്കെ പോയി പാത്രം കഴിയും എച്ചില് കോരിയൊക്കെ ഞാൻ അവളെ പഠിപ്പിച്ചൊരു നഴ്സൊക്കെ ആക്കി. പിന്നെ പുറത്ത് ജോലിയുള്ള എബിനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവനങ്ങ് കാനഡയിലാണേ. കുറെ വർഷങ്ങളായിട്ട് അവൻ കാനഡയിൽ തന്നെയാ. ഇവളും കൊച്ചും അങ്ങോട്ട് പോവാൻ വേണ്ടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുക. അവർക്ക് അങ്ങോട്ട് പോവാനുള്ള അവസരം ഞാനായിട്ട് തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇവളെന്നെ വിളിച്ചതാണ് കാനഡയിലേക്ക് വാ അമ്മച്ചി എന്നും പറഞ്ഞു. ഓ, കേരളത്തിൽ നിന്നൊന്നും പുറത്തു പോവാനായിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റൂല. ആരെ കൊണ്ട് പറ്റും അവിടെ വിയർപ്പൂട്ടി ഇങ്ങനെ ജീവിക്കാനായിട്ട്? ഇവിടെ അസുഖം. ഇനിയുള്ള കാലം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ ജീവിച്ച് അവളുടെ അപ്പച്ചന്റെ അതേ കല്ലറയിൽ തന്നെ എന്നെ അടക്കി എനിക്കങ്ങ് കഴിയണം. ഒന്നിനെ കുറിച്ചോർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ നോക്കിക്കോളാം. അകത്തേക്ക് വാ, മുറിയൊക്കെ കാണിച്ചു തരാം. എല്ലാരെയും പരിചയപ്പെടണ്ടേ? മറന്നു, എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലേ. ഞാൻ ആനി ടീച്ചറേന്ന് എല്ലാവരും വിളിക്കും. പഴയൊരു ടീച്ചറാണേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു ഞാനാ. സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ നബീസുമ്മ, എന്തെടുക്ക ഇവിടെ? ആ ടീച്ചറെ, ഞാൻ ഈ ഫോണില് യൂട്യൂബ് എന്ന് പറയുന്ന കുന്ത്രാണ്ടത്തില് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടങ്ങനെ ഇരുന്നതാ. എന്താ ചൂട്, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു ഓം വന്ന് പറയാണ് ഈ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കണത് എൻജോയ് ചെയ്തു പോവാണ് പോലും. ഓനെന്റെ കയ്യിലൊരു ദിവസം കിട്ടും, അന്ന് ഞാൻ അവനെ ഒന്ന് പ്രസവിപ്പിക്കുന്നുണ്ട്. ആ സുഖം ഓനൊന്ന് അറിയണമല്ലോ. അതെ, നമുക്കൊരു പുതിയ ആള് വന്നിട്ടുണ്ടേ, നമ്മുടെ ഷീലാമ്മച്ചി. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. അള്ളാ, ഇന്ന് ആള് വന്നോ? ഈ ഉമ്മമാരെ വേണ്ടാത്ത മക്കളുടെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ബദരീങ്ങളെ. ഷീലാമ്മച്ചി, ഇത് നബീസുമ്മ. ആള് ഭയങ്കര അപ്ഡേറ്റാ. കൂട്ടത്തില് ഏറ്റവും വലിയ കോടീശ്വരി നമ്മുടെ നബീസുമ്മയാ. നിങ്ങളിപ്പോ എന്താ ഇവിടെ? മരുമോള് തല്ലിയിറക്കിയതാണോ അതോ സ്വത്തൊക്കെ മേടിച്ചെടുത്തിട്ട് മക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോയതാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്താ ഉണ്ടായേ? ഷീലാമ്മച്ചിക്ക് ഒറ്റ മോളാ. പഠിപ്പിച്ച് നേഴ്സൊക്കെ ആക്കി, കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് കാനഡയിൽ സെറ്റിൽ ആവണം. അത് കാരണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയേക്കണ്ടാ. ഓ, അതാണ് സംഭവം. UK, കാനഡ, ദുബായ് എന്നും പറഞ്ഞ് ഒരു 4000 തന്നെയല്ലേ ഇപ്പൊ നടക്കുന്നേ. കേരളം ഒന്നും ആർക്കും വേണ്ട.
വലിയ പത്രാസില് വമ്പം വീടൊക്കെ വെച്ച് കേരളത്തിലെ എല്ലാ വീടും പൂട്ടിയിട്ടങ്ങ് പോവും. മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കി ആർക്കും നോക്കാൻ നേരമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രീതി മാതാപിതാക്കളുടെ പ്രീതിയിലാണെന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പത്തെ മക്കളോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. അന്ന് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കും. നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. ഞാനിപ്പോ വരാം. നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇവിടെ കുത്തിയിരിക്കേ. നബിസുമ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. അത്യാവശ്യം കാശുള്ള വീട്ടിലാണെന്നാണല്ലോ പാനി ടീച്ചർ പറഞ്ഞേ. പിന്നെ എന്തപ്പോ ഇവിടെ പൈസയോ? ആർക്ക് വേണോടോ പൈസ? നിങ്ങൾക്കറിയോ, കോടികളുടെ ആസ്തിയുള്ള തറവാട്ടിലെ ഞാന്, 2 ആൺമക്കള്, പ്രതാപ ജീവിതം. പക്ഷേ ആമക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോ മരുമക്കള് കയറി വന്ന് കുടുംബം കുട്ടിച്ചോറാക്കി. എല്ലാവരെയും തമ്മിലടിപ്പിച്ചു. സ്വത്തിന് വേണ്ടിയുള്ള മത്സരമായി. അതിന്റെ ഇടയ്ക്കാണ് ഒരുടെ വാപ്പ മയ്യത്തായത്. അതിനുശേഷം മക്കളും മരുമക്കളും ചേർന്ന് സ്വത്തിനു വേണ്ടി ഈ ഉമ്മാനെ മത്സരിച്ചങ്ങ് സ്നേഹിച്ചു. എന്നിട്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. ആ വീടൊഴിച്ച് ബാക്കി എല്ലാം ഉമ്മ വീതിച്ചു കൊടുത്തു. ആ വീട് നല്ലൊരു വിലയ്ക്ക് അങ്ങ് വിറ്റ് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. എന്നെ അവരുടെ കൂടെ കൊണ്ടുപോവാനോ ഉമ്മാനെ നിങ്ങൾ നോക്കണമെന്നോ ഒന്നും ഞാൻ പറയാൻ പോയില്ല. എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. നിങ്ങൾ വിഷമിക്കണ്ടാട്ടോ, നിങ്ങൾ ഇവിടെ നിന്നോളി. ഇവിടെ ആവുമ്പോ സമാധാനമുണ്ട്, സ്നേഹമുണ്ട്. പൈസക്ക് വേണ്ടിയുള്ള തമ്മിത്തല്ലൊന്നും ഇല്ലല്ലോ. ഓ, നിങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഓ, നബീസമ്മയ്ക്ക് ഒരാളെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വിടൂല കേട്ടോ. എന്താ അനിയമ്മേ അവിടെ ഒരു ബഹളം? അതാ കഴിഞ്ഞ ദിവസം വന്ന് സരസ്വതി അമ്മയല്ലേ, അതിന്റെ മരുമോള് വന്ന് ബഹളം ഉണ്ടാക്കുന്നതാ. ഞാൻ ഇടപെടണോ? ഓ വേണ്ട, ഇതൊക്കെ ഇവിടെ പതിവല്ലേ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആ, ഷീലാമച്ചി എന്റെ കൂടെ വാ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് തരാം. എന്നാ വരട്ടെ, നമുക്ക് കാണാട്ടോ. ഷീലാമച്ചി, നമ്മുടെ സ്നേഹാലയത്തില് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാര് മാത്രല്ല, മക്കള് നഷ്ടപ്പെട്ടു പോയ അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ആരുമില്ലാത്ത അനാഥനുണ്ട്. അതുപോലത്തെ ഒരു അമ്മേനെ നമുക്ക് കാണാൻ പോയാലോ? ഭവാനിയമ്മേ. ആര് ടീച്ചറെ, നമ്മുടെ മനു ഇതുവരെ വന്നില്ലല്ലോ. അവൻ എത്ര നേരവും ഞാൻ കാത്തിരിക്കണു. 5:30 അവന്റെ വിമാനം. അപ്പുവും കണ്ണനും നമ്മുടെ സുധിയൊക്കെ കൂടി രാവിലെ പോയതാന്ന് എയർപോർട്ടില്. അവൻ എന്താ താമസിക്കുന്നേ? ടീച്ചർ ഒരു കാര്യം ചെയ്യാ, ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക്. മനു വരും, ട്രാഫിക്കിൽ പെട്ടുണ്ടാവും, ബ്ലോക്കായിരിക്കേ. ഇനി വരാൻ വൈകി കഴിയുകയാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. ഇല്ലല്ല, ട്രാഫിക് ഒന്നും വന്നാലും അവൻ വരേണ്ട സമയം കഴിഞ്ഞു. കണ്ടോ, അവന്റെ വിമാനത്തിന്റെ സൗണ്ട് ടീച്ചർ കേൾക്കണില്ലേ? ദാ പോണു. അവൻ വന്നിട്ട് അമ്മേന്നൊന്ന് വിളിച്ചിട്ട് വേണം എനിക്കൊന്ന് സമാധാനായിട്ടിരിക്കാൻ. അവൻ വൈകുന്നതോറും എനിക്ക് ആവലാതെയാ. എന്റെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ടീച്ചറെ. ടീച്ചർ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഭവാനിയമ്മയ്ക്ക് ഇതാരാന്ന് മനസ്സിലായോ? പ്രമീളെ, നീ എന്താ ഇവിടെ? ഇന്നലെ ഞാൻ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് കുടുംബശ്രീയുടെ ചിട്ടിയുടെ പൈസ തന്നതാണ് കേട്ടോ. പിന്നെ നീ എന്തിനാ ഇത് ചോദിച്ചു വന്നേക്കണേ? നമ്മുടെ മനുതൊരു വന്നില്ലടി. എത്ര നേരമായിട്ടാ ഞാൻ അവന് കാത്തിരിക്കണേ. അവൻ ഇത് വല്ലതും അറിയേണ്ട കാര്യമുണ്ടോ? പിന്നെ അവന്റെ ആ ബൈക്ക് വെച്ചിരിക്കുന്നേ നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗത്താ. മഴ നനഞ്ഞ ആ വണ്ടി മൊത്തം നനയുക. അവിടെ ഒരു ഷീറ്റ് ഇടണം. ഈ തവണത്തെ ചിട്ടി നീ എനിക്ക് തരണം കേട്ടോ. ആ, ചിട്ടി പൈസ അല്ലേ, ഞാൻ തരാട്ടോ. ആ, ഭവാനിയമ്മ കുറച്ചു നേരം കിടന്നോ, നമുക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മരുന്നൊന്നും വേണ്ട ടീച്ചറെ, മരുന്ന് കഴിച്ച അപ്പടി ക്ഷീണ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതിയെന്ന. ആകെ ഒരു ബോധക്കേട് പോലെയാ. എനിക്കെന്റെ ഒരു കുട്ടീനെ ഒന്ന് കണ്ടാ മതി. ടീച്ചർ പൊക്കോ, ഞാൻ നോക്കട്ടെ അവൻ വരുന്നുണ്ടോന്ന് നോക്കട്ടെ. അവൻ വരാണെങ്കിൽ ടീച്ചർ എന്നോട് പറയില്ലേ? പറയണേ. നമ്മുടെ ഭവാനിയമ്മയ്ക്ക് എന്തു പറ്റിയതാ? ഭവാനിയമ്മയ്ക്ക് ഒറ്റ മോനായിരുന്നു, മനു. നല്ല മിടുക്കനായിരുന്നു, ദുബായിൽ നല്ലൊരു ജോലിയായിരുന്നു. അവൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി എയർപോർട്ടിൽ വരുമ്പോൾ ഒരു കാർ ആക്സിഡന്റിലാണ് മരിച്ചത്.
അതോടുകൂടി ഭവാനിയമ്മയുടെ സമനില തെറ്റി. കുറേ നാൾ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പോഴും ആ ലാസ്റ്റ് ഓർമ്മയിലാണ് ഭവാനിയമ്മ. മോൻ വരുന്നതും കാത്ത് കഴിഞ്ഞ 6 വർഷമായിട്ട് അവർ കാത്തിരിക്കുകയാണ്. പാവം.